കൊടുവായൂരിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. കൊടുവായൂർ രാജാക്കുട്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും റാലിയും നടന്നു. കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച പ്രചരണ റാലി ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പരിപാടി കെ ബാബു എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. സങ്കീർണമായ അവരുടെ വേദന അകറ്റാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് യഥാർത്ഥത്തിൽ പാലിയേറ്റീവ് എന്ന പേര് തന്നെ വിളിക്കുന്നത്. ഇവിടെ പറഞ്ഞു ഇതൊരു ലാറ്റിൻ ഭാഷയാണ്, വാക്കാണ്, വല്ലയാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ലാറ്റിൻ ഭാഷ. ആ ഭാഷയുടെ അർത്ഥം ഞാനിങ്ങനെ അന്വേഷിച്ചു. ഒന്ന് മറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. അതാണ് സ്വാഭാവികമായും നിലവിലുള്ള വേദനയെ ഒഴിവാക്കാനും മറയ്ക്കാനും ആവശ്യമായ പ്രവർത്തനം നടത്തുന്നവരാണ് പാലിയേറ്റീവിയുടെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നത് ഇന്ന് കേരളത്തിലാണ്. ഗ്രാമപഞ്ചായത്തുകളും നിലവിലുള്ള PHSCO CHSCO നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർമാർ അവരുടെയൊക്കെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും പാലിയേറ്റീവ് രംഗത്ത് പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള നഴ്സുമാരുടെ പാലിയേറ്റീവ് നഴ്സിന്റെയും നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതൊരു മഹത്തായ സേവന പ്രവർത്തനമാണ്. വിഷമത അനുഭവിക്കുന്നവരുടെ പക്കലേക്ക് അവർക്ക് ആവശ്യമായ മരുന്നുകളുടെയും പരിചരണത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളായി, സാന്ത്വന പരിപാലന പ്രവർത്തനങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കെയർ നഴ്സ് ആർ സതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സി രവീന്ദ്രൻ വിഷയാവതരണം നടത്തി. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് ഡോക്ടർ കുഴൽമന്നം ജി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാജൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആറുമുഖൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശാന്തകുമാരി, മഞ്ജു, PN ശബരീശൻ, ബ്ലോക്ക് മെമ്പർ സരിത ശശി, വാർഡ് മെമ്പർ എന്നിവർ പ്രസംഗിച്ചു. സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ AK സുരേഷ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ H അനീഷ് നന്ദിയും പറഞ്ഞു. ചിറ്റൂർ ഹരി നയിച്ച ഗാനമേളയും ആരോഗ്യപ്രവർത്തകരുടെ, ആശാപ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി.